അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നവീകരിച്ച മിൽക്ക് പ്ലാന്റ്, സോളാർ പവർ പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനവും പാൽ പരിശോധനാ യൂണിറ്റ് സമർപ്പണവും നടന്നു. സംഘം ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് ക്ഷീരവികസന മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു. ഉൽപാദനക്ഷമത എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളം 2ാം സ്ഥാനത്ത് നിർത്തിയാൽ 1ാം സ്ഥാനം പഞ്ചാബിൽ പോയി കഴിഞ്ഞാൽ 2ാം സ്ഥാനം കേരളമാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം കേരളത്തിൽ നിന്ന് 95% പശുക്കളും സങ്കരയിനം പശുക്കളാണ്. അപ്പൊ സങ്കരയിനം പശുക്കൾ എന്ന് പറയുന്നത് നാടൻ പശുക്കളെ പോലെ അല്ല പാല് തരുന്നത്. അത് മിനിമം നമുക്ക് ആവറേജ് കേരളത്തിൽ ഞങ്ങളൊരു കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ 10.77 ലിറ്റർ പാലാണ് ഒരു പശുവിൽ നിന്ന് ആവറേജ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഒരു പശു 50 ലിറ്ററും 40 ലിറ്ററും 30 ലിറ്റർ പാല് തരുന്ന പശുക്കൾ ഇന്ന് കേരളത്തിലുണ്ട്. അത്രയും നല്ല ആഹാരം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് പാൽ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന പശുക്കളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവറേജ് എന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഉൽപാദനം നിലവിലുള്ള പശുക്കളിൽ നിന്ന് തന്നെ നമുക്ക് വർദ്ധിപ്പിക്കുവാനുള്ള എല്ലാ സൗകര്യവും നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം നമുക്ക് പക്ഷേ സ്ഥലപരിമിതിയുണ്ട്. പുല്ല് വളർത്താനുള്ള സൗകര്യമുണ്ടെങ്കിൽ പശുക്കളെ വളർത്തുന്നതിനോടൊപ്പം പുല്ലും വളർത്തിയാൽ 60% നല്ല പച്ച പുല്ല് കൊടുത്താൽ പാൽ ആവശ്യം പോലെ നമ്മുടെ പശുക്കളുണ്ട്. അതിന് അത്യാവശ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫീഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്ക് പാല് കിട്ടും. സൈലേജ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മിൽമ വഴി സംഘങ്ങൾ വഴി നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ആ സൈലേജ് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല പാല്, നല്ല കട്ടിപ്പാല് നമ്മുടെ പശുക്കൾക്ക് കിട്ടും. പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ അഞ്ചരക്കണ്ടി പോലെയുള്ള സംഘങ്ങൾക്ക് ഇത് സഹകരണ സംഘമാണ്. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ലോകിതാക്ഷൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത പാൽ പരിശോധനാ യൂണിറ്റ് സമർപ്പണം നടത്തി. ക്ഷീരവികസന വകുപ്പ് കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ O സജിനി, സംഘം പ്രസിഡന്റ് RP അശോകൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ ബ്ലോക്ക് ലെവലിൽ മാത്രം ഒതുങ്ങുന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. പക്ഷേ കൃഷി ഓഫീസർമാരും മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ പഞ്ചായത്ത് തലത്തിലുണ്ട്. പക്ഷെ നമ്മളൊക്കെ ബ്ലോക്ക് തലത്തിൽ പരിമിതരായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടാണ് 22 കോടി എന്ന് പറയുമ്പോൾ അത് ക്ഷീര കർഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ 3 കോടി രൂപ ക്ഷീരവികസന വകുപ്പിന്റെ മാത്രമായിട്ട് ക്ഷീരസംഘങ്ങൾക്കടക്കം ഈ സോളാർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അത് ക്ഷീര കർഷകരിലേക്ക് തന്നെ അത് സംഘങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ക്ഷീര കർഷകർക്ക് എന്ത് മെച്ചം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഡയറി പ്ലാന്റും സോളാർ പ്ലാന്റിനൊക്കെ സബ്സിഡി കൊടുക്കും. അവരുടെ കറണ്ട് ചാർജിൽ അത്തരം ചെലവുകൾ നമ്മൾ ചുരുക്കി. ചാണ്ടീസ് ഹോട്ടലിന്റെ മുതലാളി വീട്ടിലാണ് എന്നെ പാർപ്പിച്ചത്. അയാൾക്ക് മൂന്നാറിൽ തന്നെ 4 ഹോട്ടലുണ്ട്, കോട്ടയത്തുണ്ട്, രാജ്യത്താകമാനം ഹോട്ടലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ എന്നെ അകത്തേക്ക് വിളിച്ചു. ബാട്ടുകപ്പ, ഉണക്ക് കപ്പ പുഴുങ്ങിയതും മത്സ്യക്കറിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണക്ക് കപ്പ. അപ്പൊ ആ സ്ത്രീ അവരുടെ അയാൾ ഭാര്യ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഓടി നടന്ന് കത്തുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ പുറത്ത്, അതാരാ? അതും ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. അപ്പൊ ഈ ചാണ്ടീസ് ഹോട്ടലിന്റെ മുതലാളി മാത്യു കുരികൂടെ ചിരിച്ചു കൊണ്ട് പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഇയാൾ ഭാര്യ. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.